കെ ശൈലജയെ മത്സരിക്കാൻ വിട്ടത് 50% പോലും വിജയസാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിലേക്കാണ്. പി രാജീവ്, കെ എൻ ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാർ അതിശക്തമായ മത്സരം നേരിടുന്നതാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് പോലും ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് ജയിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുമോ? അത് വഴിയേ അറിഞ്ഞോളൂ. ഒന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് UDF സർക്കാരാണ് വരുന്നതെങ്കിൽ എനിക്കുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാക്കിയാൽ കൊള്ളാം എന്നാണ്. ഇതിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ പറയുന്നത് 2011 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങൾ VS-ൻ്റെ ക്യാമ്പയിനുമായിട്ട് ഇവിടെ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇലക്ഷൻ 2 ദിവസം മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ചോദിപ്പിച്ച് മറുപടി പറഞ്ഞതുമാണ്. അതായത് ഈ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ ഫോട്ടോ ഇങ്ങനെ വെക്കുന്നത് അസാധാരണമായ കാര്യമാണ്, അത് പാർട്ടി പരിശോധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം ഈ ഫോട്ടോ വെച്ചിരിക്കുന്നതിന് എന്താണ് ന്യായീകരണം പറയുക? എല്ലാ 10 മീറ്റർ ദൂരം വെച്ചിട്ട് ഈ ഫോട്ടോ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടാണ്. ഈ യഥാർത്ഥത്തിൽ UDF-ൻ്റെയും പ്രചരണായുധം ഈ ഫോട്ടോ ആണെന്നുള്ളത് ഇവർ മറന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ആർക്കാണ് ഗുണം ചെയ്തതെന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.